എല്ലാവർക്കും നമസ്കാരം. സായിരാം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം 41-ാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കി തീർന്നത്. പ്രധാനമായിട്ടും ആചാര്യസ്വാമി അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ളതില് ബ്രഹ്മസത്യം എന്നുള്ളത് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുവോ അത്രയും തന്നെ പ്രാധാന്യമുണ്ട് ജഗത് മിഥ്യ എന്നുള്ളത് മനസ്സിലാക്കുന്നതിനും എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോ ഇനിയുള്ള ശ്ലോകങ്ങളെല്ലാം ജഗത് മിഥ്യ എന്നുള്ളതിനെ നമ്മെ ബോധ്യപ്പെടുത്തുന്നതിനാണ്. കാരണം നമ്മളെപ്പോഴും അനുഭവമാണ് സത്യം, അതിൽ കൂടുതലൊന്നുമില്ല, ഏറ്റവും വലിയ തെളിവ് അനുഭവമാണ് സത്യം എന്നുള്ളതിന് എന്ന് വിശ്വസിച്ചാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. ആത്മീയ പഠനത്തില് അനുഭവത്തിനല്ല അവിടെ പ്രാധാന്യം. അവിടെ വേദമാണ് പ്രമാണം. വേദം എന്തു പറയുന്നു അതാണ് പ്രമാണം. ആ പ്രമാണത്തെ വേദം നമുക്ക് മനസ്സിലാക്കി തരുന്നത് വേദാന്തത്തിൽ കൂടി അനുഭവങ്ങളെല്ലാം സത്യം അല്ല എന്ന് തെളിയിക്കുന്നതാണ് ആദ്യത്തെ പ്രക്രിയ. അങ്ങനെ പല അനുഭവങ്ങളെ പറഞ്ഞും അത് സത്യമല്ല എന്ന് മനസ്സിലാക്കൂ എന്ന് പറയുമ്പോൾ നമുക്കത് ശരിയാണെന്ന് മനസ്സിലാവും. അങ്ങനെയാണ് ഇതിലേക്ക് മുന്നോട്ട് പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറുന്നതായിട്ട് ആചാര്യസ്വാമികള് പറഞ്ഞു തരുന്നത്. ഇപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കൂടി ആചാര്യസ്വാമിയുടെ ഏറ്റവും വിലയേറിയ ഉപദേശങ്ങൾ അടങ്ങുന്ന 10-40 ശ്ലോകങ്ങൾ ഇനി വരാൻ പോകുന്നു. അതിലേക്ക് നമുക്ക് കടക്കാം. 42-ാമത്തെ ശ്ലോകം. ഇത്യാത്മദേഹഭേദേന ദേഹാത്മത്വം നിവാരിതം ഇദാനീം ദേഹഭേദസ്യ അസത്വം സ്ഫുടമുച്യത്തെ. ഇത്യാത്മദേഹഭേദേന ദേഹാത്മത്വം നിവാരിതം ഇദാനീം ദേഹഭേദസ്യ അസത്വം സ്ഫുടമുച്യത്തെ. കഴിഞ്ഞ ശ്ലോകത്തില് ആത്മാ അനാത്മ എന്ന് പറഞ്ഞു തന്നപ്പോൾ രണ്ട് ഇല്ലേ എന്ന് ശിഷ്യൻ സംശയം ചോദിച്ചതായിട്ടും, അപ്പോ ആചാര്യസ്വാമികൾ പറഞ്ഞു, ഞാൻ രണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, അത് നീ മനസ്സിലാക്കിയതിന്റെ ചെറിയ പ്രശ്നമാണ്. മുഖ്യത്വം കൊടുത്തത് ആത്മാ എന്നുള്ളതിനായതിനാൽ ദേഹത്വത്തെ പറഞ്ഞതിനെ നീ കൂടുതൽ മനസ്സിലാക്കിയില്ല, ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് എന്നേ പറഞ്ഞുള്ളൂ. ശിഷ്യനോട് ദേഷ്യപ്പെട്ടില്ല. അപ്പൊ ഇവിടെ ഗുരുനാഥൻ പറയുന്നു, സാധാരണ ഇപ്പോ കാണുന്ന ഒരു പ്രശ്നം, മിക്ക ഗുരുക്കന്മാരിലും കാണുന്നൊരു പ്രശ്നം, ശിഷ്യൻ അതുവരെ പറഞ്ഞ കാര്യങ്ങളിലെ ചില കാര്യങ്ങളെ മുഖ്യമായിട്ട് എടുത്തിട്ട് ചിലതിനെ അവർ വിസ്മരിച്ച് വീണ്ടും അതേ സംശയം ചോദിക്കുമ്പോൾ ഗുരുനാഥന്മാര് ദേഷ്യപ്പെടും. പറഞ്ഞു തന്നല്ലേ, നേരത്തെ പറഞ്ഞതല്ലേ, പിന്നെ അത് തന്നെയാണ് ചോദിക്കണേ എന്നൊക്കെ പറയും. അങ്ങനെ ഒരിക്കലും ഒരു ഗുരു ആത്മീയ പഠന ക്ലാസ്സുകളില് ആത്മീയത പഠിക്കുന്ന കുട്ടികൾക്ക്, സ്പിരിച്വാലിറ്റി പഠിക്കുന്നവരോട് ഒരിക്കലും അങ്ങനെ ദേഷ്യപ്പെടരുത്. എന്നിട്ട് പറഞ്ഞു, ഒരു ക്ലാസ്സിലും ദേഷ്യപ്പെടരുത്. കാരണം അതിന്റെ പുറകിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളതിനെ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുന്ന കാര്യം ഇവിടെ പറയുകയാണ്. മുഖ്യത്വം ഏതിനാണോ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നേ അതിനെ ആയിരിക്കും ആ കുട്ടി എപ്പോഴും ആ പ്രഭാഷണം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എത്ര പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു പ്രഭാഷണത്തിന് ചൊല്ലുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ കാണും ചില കാര്യങ്ങൾ അറിയണം എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ കാണും. അതിനാണല്ലോ പ്രഭാഷണം കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നയാളുടെ പ്രഭാഷണം എന്താ, ഇന്ന സബ്ജക്റ്റ് ആണ്, നമ്മുടെ കുറെ സംശയങ്ങൾ ഇപ്പൊ അതിൽ നിന്ന് പറയാം, അദ്ദേഹം എന്താ പറയണേ നോക്കാം എന്ന് പറഞ്ഞ് പോയിരിക്കുമ്പോൾ
ആ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ വരുന്നത് വരെ വലിയ ശ്രദ്ധ കാണില്ല. ഇഷ്ടപ്പെട്ട ഭാഗം വരുമ്പോൾ ഏറ്റവും ശ്രദ്ധയോടെ ആ ഇഷ്ടപ്പെട്ട ഭാഗത്തെ കേൾക്കും. അതെ, ഇപ്പൊ നമ്മൾക്ക് ആവശ്യപ്പെട്ട കാര്യം വരുന്നു എന്ന് പറഞ്ഞിങ്ങനെ വളരെ ശ്രദ്ധയോടെ കേൾക്കും. അത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഉള്ളിൽ വിചാരം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെയുള്ള കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കത്തില്ല. അത് സാധാരണ ഉള്ളൊരു സംഭവമാണ്. അത് തന്നെയാണ് ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ ശിഷ്യന്റെ രൂപത്തിലെ ഒരു ചോദ്യമായിട്ട് നമ്മളോട് പറഞ്ഞത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ദേഹത്തിനെ കുറിച്ച്, പക്ഷെ നീ അത് ശ്രദ്ധിച്ചില്ല. നീ ശ്രദ്ധിച്ചത് ആത്മാ ഈ ദേഹമല്ല എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചു. അപ്പോ ആത്മാവുണ്ട് ദേഹവുമുണ്ട് എന്നൊരു ചിന്തയിൽ നീ ഇപ്പോൾ നിൽക്കുന്നു. അതാണ് പ്രശ്നം. അത് ഞാൻ വിശദമാക്കി തരാം എന്ന് പറയുകയാണ്. ഇതി ആത്മദേഹഭേദേന, ആത്മാ ദേഹത്തിൽ നിന്ന് വേറിട്ടത് എന്ന വിചാരം മൂലം. അതാണല്ലോ പറഞ്ഞത്. അപ്പൊ അങ്ങനെ തന്നെ വിചാരിച്ചു, ആത്മാ ദേഹത്തിൽ നിന്ന് വേറിട്ടതാണ് എന്ന വിചാരം മൂലം ദേഹാത്മത്വം നിവാരിതം. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ദേഹാത്മത്വം നിവാരിതം. ഈ ശരീരം തന്നെ ആത്മാ എന്ന വിചാരം നീക്കപ്പെട്ടു. ഇത്രയും ശ്ലോകങ്ങൾ കൊണ്ട് 39 ശ്ലോകങ്ങൾ കൊണ്ട് എന്ത് നീക്കപ്പെട്ടു? ആത്മാ ദേഹം തന്നെയാണ് എന്ന സംശയം മാറി. ഇപ്പൊ ഉറപ്പുണ്ട്, ഈ ശരീരമല്ല ആത്മാ എന്ന് ഉറപ്പുണ്ട്. നമ്മളും പഠിച്ചല്ലോ, നമുക്കും ഇപ്പൊ ആ കാര്യത്തിൽ ഉറപ്പായി. നമ്മൾ ഇത്രയും ശ്ലോകം അപരോക്ഷാനുഭൂതി പഠിച്ചപ്പോ ആചാര്യസ്വാമി പറയുന്ന പോലെ, ശിഷ്യനോട് പറഞ്ഞ പോലെ തന്നെ നമ്മളോട് പറയുന്നതായിട്ടാണ് അത് മനസ്സിലാക്കണ്ടേ. ഇപ്പൊ അത് മനസ്സിലായില്ലേ? രണ്ടും രണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ദേഹമല്ല ആത്മാ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ ആ ശിഷ്യൻ നിൽക്കുന്നിടത്ത് തന്നെ നമ്മൾ നിൽക്കുന്നത്. എന്താണത്? ഞാൻ ശരീരമെന്ന വിചാരം നീക്കപ്പെട്ടു, ആത്മാ ദേഹമല്ല എന്ന് മനസ്സിലായി. നേരത്തെ അസത് ആണ് ദേഹം എന്ന് പല പ്രാവശ്യം ഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിപ്പോ നമ്മുടെ മനസ്സിലങ്ങോട്ട് കയറിയിട്ടില്ല. പല പ്രാവശ്യം പറഞ്ഞു ദേഹം അസത് ആണ് എന്ന്. ഏത്? ഈ ആത്മാ ദേഹമല്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ പല സ്ഥലത്തും പറഞ്ഞു അസത്ത് ആണ്, ദേഹം അസത്താണ്, ദേഹം അസത്താണെന്ന്. പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ കാര്യമായിട്ട് പ്രവേശിച്ചിട്ടില്ല. കാരണം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ടില്ല. ദേഹവും അസത്യം എന്നുള്ളിൽ പ്രവേശിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാനീം ദേഹഭേദസ്യ, ഇപ്പോൾ ദേഹഭേദസ്യ, ഈ ദേഹത്തിന്റെ അസത്വം, അതായത് സത്യമല്ല എന്നത്, അതായത് മിഥ്യ എന്നത് ഉച്യതേ, തെളിവായി, സ്ഫുടമുച്യതേ, തെളിവായിട്ട് എന്നാൽ പറയപ്പെടുന്നു. അതായത് ആചാര്യസ്വാമി തന്നെ പറയാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ഇത്യാത്മദേഹഭേദേന ദേഹാത്മത്വം നിവാരിതം ഇതാനീം ദേഹഭേദസ്യ അസത്വം സ്ഫുടമുച്യതേ. ഇപ്പോ നേരത്തെ ഉള്ള കാര്യമാണ് പറഞ്ഞ ഇത്യാത്മദേഹഭേദേന, രണ്ടും രണ്ടാണ് എന്ന് അറിഞ്ഞു. പക്ഷെ അവിടെ അസത്യം, അതായത് ദേഹവും അസത്യം എന്നുള്ളത്, ശാശ്വതമല്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ അത്രയും കയറിയിട്ടില്ല. അപ്പോ ഇപ്പൊ ആ അസത്വത്തിനെ, അതിനെ വെളിവായിട്ട്, ദേഹം അസത്യമാണ് എന്നുള്ളതിനെ, അതൊരു മിഥ്യയാണ് എന്നുള്ളതിനെ വെളിവായിട്ട്, തെളിവായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നു എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞത്. സ്ഫുടമുച്യതേ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് ആചാര്യസ്വാമി പറഞ്ഞു. അതായത് ഭേദം എന്നാൽ ആത്മാവിൽ നിന്ന് വേറിട്ടത് എന്ന്, ശരീരം ആത്മാവിൽ നിന്ന് വേറിട്ടത് എന്ന്, സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. അതായത് ലോകം എന്നത് തോന്നലാണ്, അനുഭവത്തിൽ ഉണ്ട് എന്ന് തോന്നിയാലും ശാശ്വതമല്ല, അനുഭവത്തിൽ ഉണ്ട് എന്ന് തോന്നിയാലും ശാശ്വതമല്ല, അത് മിഥ്യ എന്നത് ഒരു പരിധിവരെ മാത്രമേ എക്സാമ്പിളുകൾ കൊണ്ട്, ഉദാഹരണങ്ങൾ കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. വലിയ ബുദ്ധിമുട്ടാണത് മനസ്സിലാക്കാൻ. അതായത് ലോകം ഉണ്ട്, അനുഭവത്തിലുണ്ടല്ലോ എന്നാൽ എപ്പോഴും നമ്മൾ അനുഭവത്തിൽ ഉണ്ടല്ലോ എന്നേ പറയുള്ളൂ. അപ്പൊ അനുഭവത്തിൽ ഉണ്ടെങ്കിലും അത് ശാശ്വതമല്ല എന്ന് ശാസ്ത്രം പറയുമ്പോൾ അതിനെ നമ്മളെ ബോധ്യപ്പെടുത്താൻ എളുപ്പമല്ല. അപ്പോഴാണ് ചില ഉദാഹരണങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ ആചാര്യസ്വാമി പറയുന്നു ഉദാഹരണങ്ങൾ കൊണ്ടും അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി തരുവാൻ പറ്റില്ല. അതുകൊണ്ട് ആചാര്യസ്വാമി ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ. ചില ഉദാഹരണങ്ങൾ കൊണ്ട് ചെറിയാൻ സാധിക്കും, പക്ഷെ അതൊരു പരിധി വരെ മാത്രമേ ഉള്ളൂ, അപ്പുറം പറ്റില്ല.
അങ്ങനെ ഉദാഹരണം കൊണ്ട് മാത്രം പറ്റുമെങ്കിൽ ശാസ്ത്രത്തിന്റെ ആവശ്യമില്ലല്ലോ. ശാസ്ത്രത്തിന്റെ ആവശ്യകത എന്തുകൊണ്ടാണ് വരുന്നത്? ഉദാഹരണങ്ങളെ കൊണ്ട് മാത്രം ഈ ആത്മതത്വം ഒന്നും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ശാസ്ത്രം വേണ്ടി വരുന്നത്. ആചാര്യസ്വാമികള് ഇനി ശാസ്ത്രം, ഉദാഹരണങ്ങള്, ലോജിക്ക്, തർക്കം എല്ലാം ചേർത്ത് പല സ്ഥലങ്ങളിൽ നിന്നും പലതും ചേർത്ത് ഈ ലോകം മിഥ്യ എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കാൻ പോവാണ്. ഇനി ആദ്യം അറിവ് തന്നു. എന്താണ്? ശരീരമല്ല ആത്മാ, ശരീരം അസത്യം, ഇത്രയും പറഞ്ഞു തന്നു. അപ്പൊ നമുക്ക് ഉള്ള സംശയം എന്താ? ആത്മാവിന്റെ അവിടെ നിൽക്കട്ടെ, ആദ്യം ഈ ശരീരം അസത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? പ്രപഞ്ചം അസത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ഞങ്ങളെല്ലാം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നല്ലേ എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നം. അപ്പൊ രണ്ടില്ലേ? ആത്മാവ് ഒരെണ്ണപ്പറയുണ്ട് എന്ന് പറഞ്ഞല്ലോ. ശരീരമല്ല ആത്മാ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ആത്മാവുമുണ്ട് ശരീരവുമുണ്ട്, ഇങ്ങനെ രണ്ടുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. മാത്രമല്ല അനുഭവമാണ് അതിന് നമ്മൾ പറയുന്ന ഒരു ഞങ്ങൾ വിശ്വസിക്കാൻ കാരണം അതാണെന്ന് നമ്മൾ പറയുന്നു. അപ്പോ ആചാര്യസ്വാമികൾ ഇനി ഇത് മിഥ്യയാണെന്നും ആ മിഥ്യയാണെന്ന അറിവിനെ ഉണ്ടാക്കി തരും. അതിനുശേഷം ആ അറിവിൽ ഉറച്ചു നിൽക്കുവാനുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാൻ പോകുന്നു. 43-ാമത്തെ ശ്ലോകം. ചൈതന്യസ്യൈകരൂപത്വാത് ചൈതന്യസ്യൈകരൂപത്വാത് ഭേദോ യുക്തോ ന കർഹിചിത് ഭേദോ യുക്തോ ന കർഹിചിത് ജീവത്വം ച മൃഷാജ്ഞേയം ജീവത്വം ച മൃഷാജ്ഞേയം രജ്ജത്വം സർപ്പഗ്രഹോ യദാ രജ്ജത്വം സർപ്പഗ്രഹോ യദാ ചൈതന്യസ്യൈകരൂപത്വാത് ഭേദോ യുക്തോ ന കർഹിചിത് ജീവത്വം ച മൃഷാജ്ഞേയം രജ്ജത്വം സർപ്പഗ്രഹോ യഥാ. ഇവിടെ ജീവമിഥ്യാത്വം ആണ് വെളിവാക്കി പറയാൻ പോകുന്നത്. ജീവമിഥ്യാത്വം വളരെയധികം ശ്രദ്ധയോടെ നമ്മൾ പഠിക്കേണ്ട ഭാഗം. ജീവന്റെ മിഥ്യാത്വം. ജീവത്വം എന്നത് ഒരു മിഥ്യയാണ് എന്ന് പറയാണ്, ഉണ്ടെന്നുള്ള തോന്നൽ മാത്രമാണ് എന്നാണ് പറയാൻ പോകുന്നത്. എന്താണ് ജീവത്വം? എന്താണ് ജീവത്വം? നീ ആര് എന്ന് ചോദിച്ചാൽ കോമൺ ആയിട്ടുള്ള ഒരു ആൻസർ എന്താ? ഞാൻ ജീവനാണ്, ഒരു ജീവനാണ്. നീ ആര് എന്ന് ചോദിച്ചാൽ കോമൺ ആയിട്ടുള്ള ഒരാള്, സാധാരണ നിലയ്ക്ക് എല്ലാവരിൽ നിന്നും കിട്ടുന്ന ഒരു ഉത്തരം ഞാൻ ഒരു ജീവൻ. പിന്നീട് എന്താണ് ജീവത്വം? ആദ്യം ഞാനൊരു ജീവൻ എന്ന് പറയും. ശരി, അപ്പൊ എന്താണ് ഈ ജീവത്വം? അതൊരു ഇൻഡിവിജ്വാലിറ്റിയാണ്, അതൊരു തനിത്തന്മയാണ്, ഇൻഡിവിജ്വാലിറ്റിയാണ്, ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ഞാൻ തനി ഒരാളാണ്. ഇതാണ് ഇപ്പൊ നമ്മുടെ ഒരു അവസ്ഥ. ജീവത്വം, ഞാൻ തനി ഒരാളാണ്, ഞാനൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരാളാണ്, ഞാനൊരു ഇൻഡിവിജ്വലാണ്, എപ്പോഴും പറയുന്നതാണല്ലോ. അപ്പോ ഒരു വാല്യൂ ബേസ് ആയിട്ട് നോക്കുമ്പോൾ ഇൻഡിവിജ്വാലിറ്റി വേണം, അത് വേറെ വിഷയം, അത് ഇവിടെ പ്രസക്തിയില്ല. അതിന് വാല്യൂസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ വ്യക്തിത്വം വേണം, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ അതിനൊന്നും പ്രസക്തിയില്ല, അത് വേറൊരു ലെവലിലാണല്ലോ ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. മറ്റുള്ള ജീവനെ കാണുമ്പോൾ ഞാൻ വേറിട്ടത് എന്ന് വിചാരിക്കുന്നതിനെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മറ്റുള്ള ജീവനെ കാണുമ്പോൾ, ജീവന്മാരെ കാണുമ്പോൾ ഞാൻ അവരിൽ നിന്ന് വേറിട്ടത് എന്ന് വിചാരിക്കുന്നതിനെയാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ള ജീവന്മാരെ നമ്മൾ കാണുന്നു, കാണുമ്പോൾ ഞാൻ അവരൊന്നാം തോന്നാറുണ്ടോ? ഒരിക്കലും തോന്നാറില്ല, ഇന്നവരെ തോന്നിയിട്ടില്ല. പക്ഷെ ശാസ്ത്രം തോന്നുന്നു പറയും, ആ പറയുന്നത് കണ്ടുപിടിക്കാനാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്, ഉപനിഷത്ത് പറയുന്നുണ്ട്, വേദാന്തം പറയുന്നുണ്ട്. ആണോ? അങ്ങനെയാണോ? അതെന്താണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ബുദ്ധിമുട്ടൊക്കെ നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കാം.
അപ്പോ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വേറിട്ടത് എന്ന് വിചാരിക്കുന്നതിനെ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നു എന്താണ് യഥാർത്ഥത്തിൽ എന്ന്. ഒരു കുഞ്ഞ് വലുതാകും തോറും ഈ സെപ്പറേറ്റ് എന്നുള്ള ചിന്ത, ഞാൻ വേറെയാണെന്നുള്ള ചിന്ത കൂടിക്കൊണ്ടേയിരിക്കുമെന്ന് പറയും. തീരെ കുഞ്ഞില് അങ്ങനെ ഒരു വിചാരം ഇല്ലെന്നാ പറയുന്നത്. അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞത്, കുഞ്ഞിന് വിശക്കുമ്പോ കുഞ്ഞിന്റെ കയ്യിലുള്ളത് അമ്മ അടുത്തിരിക്കുക, അമ്മ വായ തുറന്നിരിക്കുക, അമ്മയുടെ വായിലോട്ട് വെക്കും എന്ന് പറയുന്നു. അങ്ങനെ കണ്ടിട്ടുണ്ട് അത്രേ. കുഞ്ഞ് വിശന്നിരിക്കുമ്പോൾ ഒരു കുഞ്ഞിന്റെ കയ്യില് ചെറിയ പഴമൊക്കെ കുഞ്ഞ് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞ് ഇതെടുത്ത് ഇങ്ങനെ അമ്മയുടെ വായിലോട്ട് വെക്കാൻ പോകും എന്ന് പറയുന്നു. അപ്പോ ആ സമയമൊന്നും കുഞ്ഞിന് അവനവൻ സെപ്പറേറ്റ് ആണെന്നൊരു എൻറ്റിറ്റി അതിന് തോന്നിയിട്ടില്ല. അമ്മയുടെ ഈ വായലാണ് വെക്കേണ്ടതെന്ന് അറിയാം. അത് അമ്മയുടെ വായിൽ ചെന്നാലും എന്റെ വിശപ്പ് മാറും എന്ന് കുഞ്ഞിന് തോന്നുമത്രേ ആ സമയത്ത്. ശാസ്ത്രം പറയുന്ന. പിന്നീട് വളരും തോറും അതല്ല എന്ന് മനസ്സിലായിട്ട് എന്ത് മനസ്സിലാവും? ഞാൻ വേറെ എന്നുള്ള ചിന്ത കൂടി വരും. ഞാൻ വേറെ എന്ന ചിന്തയാണ് സംസാരത്തെ ഉണ്ടാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംസാരം? ഞാൻ വേറെ എന്നുള്ളത് തന്നെയാണ് സംസാരം, സംശയമില്ലല്ലോ. ഞാൻ വേറെ, എനിക്ക്, എൻ്റെ എന്നുള്ള സംഗതികൾ വരുമ്പോഴാണല്ലോ സംസാരം ഉണ്ടാകുന്നത്. ആ ജീവൻ എന്തെല്ലാം ഉണ്ട്, തൊട്ടപ്പുറത്തെ വീട്ടിലെ ജീവൻ എന്തെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കളായിട്ടുള്ള മറ്റു ജീവന്മാർക്ക് എന്തെല്ലാം ഉണ്ട്, മറ്റുള്ള ജീവന്മാരെയാണ് കംപ്ലീറ്റ് കമ്പയർ ചെയ്യുന്നത്. അവർക്ക് എന്തെല്ലാം ഉണ്ട്. കാരണം ഞാൻ അവരിൽ നിന്ന് വേറിട്ടതാണ്. അതുകൊണ്ട് അവർക്ക് എന്തെല്ലാം ഉണ്ട് എന്നാണ് എൻ്റെ ചിന്ത എപ്പോഴും പോകുന്നത്. ഇത് തന്നെയാണ് സംസാരം. പിന്നെ അതിനെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളായി, അവരുടെ ഒപ്പം എത്താനോ അവരെ കാട്ടിലും മുന്നേ പോകാനോ ഉള്ള ശ്രമങ്ങളായി, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും മോശമായി പോയല്ലോ എന്നുള്ള ചിന്തയിലായി, അങ്ങനെ പ്രവർത്തനങ്ങളായി. അങ്ങനെ എന്തെല്ലാം ഉണ്ടാവും? ദേഷ്യം വരും, അസൂയയുണ്ടാകും, വെറുപ്പുണ്ടാകും. ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള വിചാരങ്ങളെല്ലാം ഉടലെടുക്കും. ഇതിന്റെ എല്ലാം കാരണം ഞാൻ വേറിട്ടതാണ് എന്ന ചിന്തയാണ് എന്ന് ആചാര്യസ്വാമികൾ ഇവിടെ അടിവരയിട്ട് പറയുന്നു. ജീവത്വം എന്നാൽ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടത് എന്ന തോന്നൽ. ചില ജീവനുകൾ ചേർന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കും. അതും കൂടെ ഇവിടെ ഗുരുനാഥൻ പറയുന്നുണ്ട്. ചില ജീവനുകൾ, കുറച്ച് ജീവന്മാർ ഒന്നിച്ച് ചേർന്നിട്ടൊരു ഗ്രൂപ്പ്. ഇപ്പൊ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെയാണല്ലോ, കുറെ ജീവന്മാർ ചേർന്നിട്ടാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. ഇപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പ് വേറെ, നിങ്ങളുടെ ഗ്രൂപ്പ് വേറെ, പല ഗ്രൂപ്പുകളായി. പിന്നെ തമ്മിൽ കോമ്പറ്റീഷനായി. പിന്നെ ആള് കൂടുതലുള്ള ഗ്രൂപ്പ് ഏതാണെന്നായി. പല പ്രശ്നങ്ങളുണ്ട്. എക്സിറ്റ് ചെയ്യുക, പിന്നെ ആദ്യം കയറുക, പിന്നെ പോവുക, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അപ്പോ ഇതെല്ലാം ആചാര്യസ്വാമി പറഞ്ഞിരിക്കുന്നു ഇവിടെ വേറിട്ടതാണെന്നുള്ള ചിന്ത കൊണ്ടാണ് ഇത് മുഴുവൻ ഉണ്ടാകുന്നത്. എല്ലാം ഉണ്ടാകുന്നത് ഞാൻ വേറെ എന്നുള്ള ചിന്തയിലാണ്. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ചില ജീവനുകളെ തിന്നാം, അല്ലേ? എല്ലാം ജീവനുകളാണ്. കോഴിയും പോത്തും ആടും. മാംസം വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ജീവനെ കൊല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പൊ ചില ജീവനെ കൊല്ലാം, ചിലതിനെ കൊല്ലാൻ പാടില്ല. അങ്ങനെയുണ്ട്. ചിലതിനെയൊക്കെ കൊല്ലാം എന്നവര് തന്നെ തീരുമാനിച്ചിരിക്കുക, അതൊക്കെ കൊല്ലാവുന്നതാണ്, അത് വേറെയാണ്, എന്നിൽ നിന്ന് വേറെയാണ്, അത് കൊല്ലാവുന്നതാണ്, ഒരു സംശയമില്ല. അത് അതിനെ കൊന്നിട്ട് എനിക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോ എന്തുമാത്രം ഞാൻ വേറെ എന്നുള്ളത് എത്രമാത്രം റൂട്ടിൽ പോയിരിക്കുന്നു എന്ന് ആലോചിച്ചാൽ അറിയാം. വേറൊരു ജീവനെ കൊന്ന് ആ ശരീരത്തെ എനിക്ക് ഭക്ഷിക്കാം, എന്നിട്ട് എൻ്റെ ശരീരം അതുകൊണ്ട് വളരും. എന്താണല്ലേ മനുഷ്യൻ ഇത്രയും ഭയങ്കര ബുദ്ധിമാന്മാരാണെന്നുള്ള. ഒരു ജീവനെ കൊന്ന് ആ ജീവന്റെ ശരീരത്തെ ഞാൻ കഴിച്ചാൽ എൻ്റെ ശരീരം വളരുന്നു. ഇതാണ് ഉള്ളിലത്തെ ചിന്ത. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതിനാണല്ലോ. പിന്നെ നാക്കിന്റെ സ്വാദ്. വേറൊരു ജീവന്റെ ശരീരത്തെ വെട്ടിമുറിച്ച് കഴിക്കുമ്പോൾ ഈ ജീവനിരിക്കുന്ന ഈ ശരീരം അതിനെ ആസ്വദിക്കുന്നു. ഒരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പോ ചില ജീവനുകളെ തിന്നാം, ചിലതിനെ തിന്നാൻ പാടില്ല.
അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ വേർതിരിച്ച് കാണലാണ് ജീവത്വം. അത് പറയാൻ വേണ്ടിയിട്ട് അതൊക്കെ പറഞ്ഞു. ഇങ്ങനെ വേർതിരിച്ച് കാണുന്നതാണ് ജീവത്വം. അടിവരയിട്ട് ഓർത്തോളുക, അത് പല സ്ഥലത്തും ഇനി വരും. ജീവത്വം എന്നാൽ വേറിട്ട് കാണൽ, ഓരോ ജീവനെയും എന്നിൽ നിന്ന് വേറിട്ട് കാണൽ, പലതിനെയും പലതായി കാണൽ, അതാണ് ജീവത്വം. ഇത് സത്യമാണോ, ഇത് മിഥ്യയാണോ? അതാണ് ഇവിടുത്തെ ചോദ്യം. ഇത് സത്യമോ മിഥ്യയോ? ജീവത്വം സത്യമോ മിഥ്യയോ? അപരോക്ഷാനുഭൂതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ജീവത്വം സത്യമോ മിഥ്യയോ? ആചാര്യസ്വാമി പറയുന്നു ഇത് മിഥ്യ. ആചാര്യസ്വാമി അടിവരയിട്ട് പറയുന്നു ജീവത്വം മിഥ്യ. ഒന്നും മനസ്സിലായി കാണില്ല, അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. അതെങ്ങനെ ശരിയാവും എന്നുള്ള തോന്നൽ ഇപ്പൊ ഉള്ളിൽ ശക്തമായിട്ട് ഉണ്ടാകും. പല അഭിപ്രായങ്ങളും വരും. അതത്ര എളുപ്പമൊന്നുമല്ല. പറയാൻ എളുപ്പമാണ്, മനസ്സിലാക്കാൻ എളുപ്പമല്ല. മനസ്സിലാവോ ആവോ, ഈ ജന്മത്തിൽ നടക്കുവോ ആവോ, ഇത്രയും കട്ടിയാണെന്ന് വിചാരിച്ചില്ല, അങ്ങനെയും തോന്നുന്നുണ്ടാവും. ഇതിനെ എവിടെ ചെന്ന് നിൽക്കുമാവോ, അങ്ങനെയും തോന്നുന്നുണ്ടാവും. പക്ഷെ ഈ വഴിയിൽ കൂടെ പോയാലേ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. ഇവിടെയാണ് കാര്യങ്ങളിലേക്ക് ശരിക്കും പ്രവേശിച്ചിരിക്കുകയാണ് ആചാര്യസ്വാമി. ജീവത്വം മിഥ്യ. ഇനി അത് പറഞ്ഞു തരണ്ടേ, നമുക്ക് മനസ്സിലാക്കണ്ടേ പതുക്കെ പതുക്കെ. നമ്മളല്ലേ ആൾക്കാരെ, എത്ര കേട്ടാലാ മനസ്സിലാവുക? പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ജീവത്വം അനുഭവിക്കുന്നു. ആചാര്യസ്വാമി പറഞ്ഞു ശരിയാ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ജീവത്വം അനുഭവിച്ചു കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ നമ്മളിത് മിഥ്യ എന്ന് പറയും? അനുഭവിച്ചു കൊണ്ടിരിക്കല്ലേ, അനുഭവിക്കുന്നതല്ലേ സത്യം. അനുഭവമാണ് എല്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ കുറെ പ്രസംഗിക്കും നമ്മൾ അല്ലേ. അനുഭവം, അനുഭവമല്ലേ. ഞാൻ ജീവിച്ചിരിക്കുന്നു, അനുഭവമല്ലേ. ജീവത്വം അനുഭവമല്ലേ. അപ്പോ ആ അനുഭവിക്കുന്നു എന്ന ഒരു നോഷൻ അതുണ്മയാണോ? ഞാൻ അനുഭവിക്കുന്നു എന്നൊരു നോഷൻ അതുണ്മയാണോ? ജീവത്വം അനുഭവിക്കുന്നു എന്നുള്ള നോഷൻ അതുണ്മയാണോ? ആചാര്യ പറയുന്നു പല ഇല്ലാത്ത തെറ്റായ കൺസെപ്ഷൻ നമ്മൾ ശരിയെന്ന് വിചാരിക്കുന്നുണ്ട്. പല കൺസെപ്റ്റും ഇല്ലാത്ത തെറ്റായ കൺസെപ്റ്റിനെ നമ്മൾ ശരി എന്ന് വിചാരിക്കുന്നത് കൊണ്ട് അത് സത്യമായി മാറുമോ? അതിന് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. പലതും ഇല്ലാത്തതാണ്, പക്ഷെ ആ കൺസെപ്റ്റിനെ നമ്മൾ ശരി എന്ന് വിചാരിച്ചാൽ അത് സത്യമാകുമോ? ആകില്ല. ഒരു വസ്തു ഉണ്ട്, അതുകൊണ്ട് സത്യമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഒരു വസ്തു ഉണ്ട്, അതുകൊണ്ട് സത്യമോ? ഇപ്പൊ കാനൽ നീര് എന്ന് പറയും. അതായത് മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ, നല്ല ചൂടുള്ള മരുഭൂമിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ദൂരെ വെള്ളം പോലെ കാണും അങ്ങകലെ. ഈ ചൂട് കൊണ്ട്, മരുഭൂമിയിൽ ഉള്ള ചൂട് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രത്യേക സിദ്ധാന്തം, ഒരു അവസ്ഥ, ദൂരെ കാണുന്ന ഒരു എന്താ പറയാ, വെള്ളം പോലെ ഇങ്ങനെ കാണും. നീരാവി പോലെ, വെള്ളം പോലെ ഇങ്ങനെ കാണും. ദൂരത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ തോന്നും. അതാ ചൂട് കൊണ്ട്, മണലിൽ ചൂട് കൊണ്ട് സംഭവിക്കുന്ന. ടാറിട്ട റോഡിലും ഇതേ അവസ്ഥ കാണാം. ദൂരെ ഇങ്ങനെ വെള്ളമുള്ളത് പോലെ തോന്നും. അത് ആക്ച്വലി നമുക്ക് തോന്നും, അടുത്ത് ചെല്ലുമ്പോൾ വെള്ളമില്ല, അപ്പൊ സത്യമല്ല. അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും സത്യമല്ല. പക്ഷെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ നിന്നിരുന്ന സ്ഥലത്തും ഇതേപോലെ വെള്ളം കാണാം. അപ്പൊ ഇവിടെ വന്നാൽ ഇവിടെ വെള്ളം ഉണ്ടാവോ? ഇവിടെ ഇല്ല, എങ്ങും ഇല്ല. അതൊരു തോന്നൽ മാത്രമാണ്. എന്നാൽ തോന്നലുണ്ടോ? തോന്നൽ ഉണ്ടേ, തോന്നുന്നുണ്ടല്ലോ, വെള്ളമാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഇല്ല. അതുപോലെ വേറെ ചില ഉദാഹരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരു വസ്തു ഉണ്ട്, അതുകൊണ്ട് അത് സത്യമാകുമോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ പറയുന്നത് ഉണ്ടെന്ന്. അതുകൊണ്ട് അത് സത്യമാകുമോ? അതാണ് ചോദ്യം. ഉണ്ടെന്ന് വിചാരിക്കുന്നത് കൊണ്ട് സത്യമോ? ഉണ്ട് അതുകൊണ്ട് സത്യമോ? ഉണ്ടെന്ന് വിചാരിക്കുന്നത് കൊണ്ട് സത്യമോ? അത് സന്ദർഭമനുസരിച്ച് എന്ന് പറയാം.
അത് സന്ദർഭമനുസരിച്ചാണ്. ഇപ്പൊ ഒരു ഹോളില്, ഒരു ഉദാഹരണം ഇവിടെ പറയുന്നത്, ഒരു ഹോൾ, ആ ഹോളില് ഒരു തൂണ് നിൽക്കുന്നു. അത് ഉള്ളതുകൊണ്ട് അതുണ്ട് എന്ന് വിചാരിക്കുന്നുവോ, അതോ വിചാരിച്ചത് കൊണ്ട് ഉണ്ട് എന്ന് തോന്നുന്നുവോ? ഒരു തൂൺ അവിടെ നിൽക്കുന്നു, തൂൺ ഉള്ളത് കൊണ്ട് അതുണ്ട് എന്ന് തോന്നുന്നുവോ, അതല്ല തൂണുണ്ടെന്ന് വിചാരിക്കുന്നത് കൊണ്ട് അവിടെ തൂണുണ്ടെന്ന് തോന്നുന്നുവോ? ഇവിടെ അതുണ്ട്, അതുകൊണ്ടാ തോന്നുന്നത്. അതുണ്ട്, തൂൺ അവിടെ ഉണ്ട്, അതുകൊണ്ട് തോന്നുന്നു. ഇനി കണ്ണിന്റെ കാഴ്ചക്ക് ചെറിയ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക. ഒരു തൂണുണ്ട്, അത് കണ്ടു, അതുണ്ട്, അതുകൊണ്ട് ഉണ്ടെന്ന് തോന്നി. ശരി, കണ്ണിന് ശകലം കാഴ്ചക്ക് പ്രശ്നമുള്ള ഒരാൾ, അയാൾ നോക്കുമ്പോ രണ്ട് തൂണായിട്ട് കാണുക. കണ്ണിന്റെ പ്രശ്നമുള്ളപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോ രണ്ട് തൂണായിട്ട് തോന്നുന്നു. സമീപത്ത് ഒരു തൂണും കൂടെ കാണുന്നു, ഒരു തൂണിന്റെ അടുത്ത് വേറൊരു തൂണും കൂടെ കാണുന്നു. അയാൾ പറയുന്നു രണ്ട് തൂണ്. വളരെ സൂക്ഷിച്ചാ നടക്കുന്നേ. തൂണിൽ ഇടിക്കാതിരിക്കണ്ടേ, രണ്ട് തൂണുണ്ട്, അതേ ചെന്ന് ഇടിക്കാതിരിക്കാൻ സൂക്ഷിച്ച് നടക്കും. ശരിക്കും അവിടെ ഒരു തൂണേ ഉള്ളൂ. ഇയാൾക്ക് തോന്നുന്നത് രണ്ട് തൂണ്. ഈ തോന്നൽ എങ്ങനെയാണ്? കണ്ണിന്റെ തകരാറ് കൊണ്ടാണ്. ഈ രണ്ടാമത്തെ തൂൺ അവിടെ കണ്ടത് കണ്ണിന്റെ തകരാറ് കൊണ്ട്. അപ്പോ ഉണ്ട് എന്ന് വിചാരിക്കുന്നത് കൊണ്ട്. അവിടെ ഇല്ലല്ലോ. ആദ്യത്തേതില് ഉണ്ട്, അതുകൊണ്ട് ഉണ്ട്. അപ്പൊ രണ്ടാമത്തതില് തകരാറ് കൊണ്ടാണ് രണ്ടാമത്തെ തൂണിനെ അവിടെ ഉണ്ട് എന്ന് തോന്നിയത്. അതൊരു തോന്നൽ, ഒരു നോഷൻ. ജീവത്വം എന്നത് സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് വന്നതാണോ, അതോ അത് മായയാണ്? അതാണ് ഇവിടുത്തെ കണ്ണിന്റെ തകരാറ് പോലെ ഇവിടെ ഒരു മായയാണോ, അതോ ജീവത്വം എന്നൊരെണ്ണം ഒരു തൂണ് എന്ന് പറയുന്ന പോലെ സൃഷ്ടിക്കപ്പെട്ടതാണോ? ജീവത്വം സൃഷ്ടിക്കപ്പെട്ടതാണോ, അതോ മായയാണോ? ഇത് രണ്ടിന്റെ ഉദാഹരണം. ഒരെണ്ണം ഉണ്ട്, വസ്തു ഉണ്ട്, അതുകൊണ്ട് അതുണ്ടെന്ന് തോന്നുന്നു. രണ്ടാമത്തത് തകരാറ് കൊണ്ട് ഉണ്ട് എന്ന് തോന്നുന്നു. ഇതിലേതാണ്? അതായത് സൃഷ്ടി ആണോ, അതോ മായയാണോ? ശരിക്കും ജീവത്വം ഒരു തോന്നൽ കൊണ്ടുണ്ടായിരിക്കുന്ന രണ്ടാമത്തെ തൂണ് പോലെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ജീവത്വം എന്നത് കണ്ണിന്റെ കാഴ്ച പ്രശ്നം മൂലം രണ്ടാമതൊരു തൂണുണ്ട് എന്ന് തോന്നിയത് പോലെയാണ്. അപ്പൊ ചോദിച്ചു, എനിക്ക് മാത്രമല്ലല്ലോ തോന്നുന്നത്, എല്ലാവർക്കും തോന്നുന്നുണ്ടല്ലോ ഈ ജീവത്വം. എന്റെ ഒരാളുടെ കാര്യമല്ലല്ലോ, എല്ലാവർക്കും എങ്ങനെ ജീവത്വം വരുന്നത്? എല്ലാവരും അനുഭവിക്കുന്നുണ്ട്, സങ്കടം അനുഭവിക്കുന്നുണ്ട്, ദുഃഖം അനുഭവിക്കുന്നുണ്ട്, സ്വാദം അനുഭവിക്കുന്നുണ്ട്, ലോകത്തെ അനുഭവിക്കുന്നുണ്ട്, മറ്റുള്ള ജീവന്മാരെ കാണുന്നുണ്ട്, എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഒരാളല്ല, സകലരും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ ശരിയാവണേ? എല്ലാവർക്കും ഞാൻ സെപ്പറേറ്റ് എന്ന് തോന്നുന്നു. എല്ലാവർക്കും തോന്നുന്നത് കൊണ്ട് അത് സത്യമാകുമോ? എല്ലാവർക്കും തോന്നുന്നത് കൊണ്ട് അത് സത്യമാകുമോ? അങ്ങനെയില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം കണ്ടിട്ട് ഒരു ഗ്രൂപ്പ് ആൾക്കാർ വന്നിട്ട് അതുണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യമാകുമോ? ആകില്ല. എല്ലാവരും ചേർന്നൊരു നുണ പറഞ്ഞാൽ അത് സത്യമാകുമോ? അതാണ് അവിടുത്തെ ചോദ്യം. എല്ലാവരും ചേർന്നൊരു നുണ പറയണം, എല്ലാവരും ചേർന്ന് പറഞ്ഞതുകൊണ്ട് അത് സത്യമാണ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ എടുക്കുവാരെങ്കിലും ഇല്ലോ. കോടതിയിലൊക്കെ കണ്ടിട്ടുണ്ട്, എല്ലാവരും നുണ പറഞ്ഞാലും സത്യം വേറെ തെളിയും. അപ്പൊ നുണ എല്ലാവരും പറഞ്ഞു നുണ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സത്യമാക്കാൻ പറ്റില്ല. സത്യം സത്യം തന്നെ, നുണ നുണ തന്നെ. അപ്പൊ എല്ലാവരും പറഞ്ഞു എന്നുള്ളത് ഇതിന് എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ആത്മീയ കാര്യത്തിൽ പറയലും എല്ലാവരുടെ അനുഭവമൊക്കെ ഇന്ദ്രിയങ്ങൾ മുഖേന്ദ്രയാണ്. അത് നമ്മൾ കൂടുതൽ പഠിക്കും. ഇന്ദ്രിയം മുഖാന്തരം വരുന്നതിനെയൊന്നും അങ്ങനെ എടുക്കാൻ, സത്യമായിട്ട് എടുക്കാൻ പറ്റില്ല. അത് പിന്നീട് പറയും. അപ്പൊ ജീവത്വം എന്ന നോഷൻ വ്യവഹാരത്തിൽ കാണുന്നുണ്ട്. ജീവത്വം എന്ന നോഷൻ വ്യവഹാരത്തിൽ കാണുന്നു. ആക്ച്വലി അതില്ല, അതൊരു തോന്നൽ മാത്രമാണ്. ആക്ച്വലി അതില്ല, അതൊരു തോന്നൽ മാത്രമാണ്. സത്യം എന്ത് എന്നാൽ
ഞാൻ തന്നെയാണ് എല്ലാ ശരീരത്തിലും ഉള്ളത് എന്ന സർവാത്മഭാവത്വമാണ് സത്യം. ഞാൻ തന്നെയാണ് എല്ലാ ശരീരത്തിലും ഉള്ളത്, അതായത് സർവാത്മഭാവത്വമാണ് സത്യം. ഇതിപ്പോ നമുക്ക് ആചാര്യസ്വാമി പറഞ്ഞു എന്നുള്ളതിലെ അത്രേ നമ്മൾ എത്തിയിട്ടുള്ളൂ. നമുക്കിത് ബോധ്യപ്പെടണ്ടേ? ഈ സർവാത്മഭാവത്വമാണ് ശങ്കരാചാര്യസ്വാമികള് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ വ്യക്തമാക്കി തരാൻ പോകുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് അതാണ്. സർവാത്മഭാവത്വത്തെ മനസ്സിലാക്കി തരുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ദേഹം ആത്മാ രണ്ടും വേറെ വേറെ എന്ന് പറഞ്ഞു. ഇനി ഈ ദേഹത്തെ നമ്മൾ സത്യമാണെന്ന് വിചാരിച്ചിരിക്കുന്നു, അതിനെ മിഥ്യയാക്കി പറഞ്ഞു തരണം. ആ മിഥ്യയാക്കി പറഞ്ഞു തരുന്നതിന് ഏറ്റവും വലിയ തടസ്സം ജീവത്വം എന്ന നമ്മുടെ അനുഭവമാണ്. നമ്മൾ അനുഭവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ജീവത്വം അനുഭവമാണ്, അതുകൊണ്ട് അതുണ്ട് എന്ന് നമ്മൾ, സത്യമാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, നമ്മൾ വാദിക്കുന്നു. അപ്പൊ അതിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് പിഴുതെറിഞ്ഞാൽ മാത്രമേ ആത്മാ മാത്രമേ ഉള്ളൂ, വേറെ ഒന്ന് രണ്ടാമതൊന്നും ഇവിടെ ഇല്ല എന്ന് ബോധ്യം വരുള്ളൂ. പിഴുതെറിയണം. അതിനാണ് പറഞ്ഞ തൂണിന്റെ കഥ പറഞ്ഞേ. രണ്ടാമത്തെ തൂണാണ് ഈ ജീവത്വം. അതിനെ കളയണം. ആദ്യത്തെ മാത്രമേ ഉള്ളൂ, ഏത്? ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എന്റെ ഉള്ളിൽ എത്ര ജീവൻ ഉണ്ട് എന്നൊന്ന് ചോദിക്കുക. എന്റെ ഉള്ളിൽ എത്ര ജീവനുണ്ട്? പലതുണ്ടോ? എന്റെ ഉള്ളിൽ എത്ര ജീവനുണ്ട്? പലതുണ്ടോ? ഇല്ല. ആദ്യമായി ജീവൻ എന്നത് ഒരു അറിവ് സ്വരൂപം മാത്രമാണ്. ഞാൻ അറിയുന്നു, അതാണ് ജീവൻ. എൻ്റെ ഉള്ളിലുള്ള ജീവത്വം. അത് പലതുണ്ടോ? ഞാൻ പലതിനെയും അറിയുന്നു. പല ആളാണോ ഞാൻ? വളരെ വിശദമായിട്ട് പറയുകയാണ്, സൂക്ഷ്മമായിട്ടാണ് ആചാര്യസ്വാമി പറയുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചത് മനസ്സിലാക്കണം. ജീവൻ എന്ന ഒരു അറിവ് സ്വരൂപമാണ്. ഞാൻ ഒരു അറിവ് സ്വരൂപമാണ്. ശരീരം ജഡമാണ്. ജീവൻ അറിവ് സ്വരൂപമാണ്. എൻ്റെ ഉള്ളിൽ എത്ര അറിവുണ്ട്? രാവിലെ മുതൽ രാത്രി വരെ 1000 അറിവ് എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. 1000 അറിവുകൾ ഓരോ ദിവസവും വരുന്നുണ്ട്. അതേപോലെ ചില അറിവ് പോകുന്നുണ്ട്. ശരി തന്നെ. ഓരോ അറിവിലും ഉള്ള, ഓരോ അറിവിലും, നമ്മൾ അറിയുന്ന ഓരോന്നിലും ഉള്ള അറിയുന്ന ആ തത്വം, അറിയുന്ന ഉണർവ്, ആ അറിവ് സ്വരൂപം ഒന്നാണോ അതോ വേറെ വേറെ ആണോ? പുസ്തകം കണ്ടു, പുസ്തകമുണ്ട് എന്ന് അറിഞ്ഞ ഞാൻ അടുത്തതായിട്ട് പേന എടുക്കുന്നു. പേനയുണ്ട് എന്നറിഞ്ഞ ഞാൻ അടുത്തതായി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു. ആ ഗ്ലാസ് എടുത്തു, വെള്ളമെടുത്തു ആ ഞാൻ. ലൈറ്റ് ഇട്ടു, ലൈറ്റ് സ്വിച്ച് ഇട്ടു, ആ സ്വിച്ച്, ആ അറിവ്, സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് വരും എന്ന ഉള്ള അറിവ് അറിഞ്ഞ ഞാൻ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അറിയുമ്പോൾ ഉള്ള ഞാൻ, ആ ഞാൻ ഒന്നാണോ ഞാൻ പലതാണോ? നമ്മളിങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ ആചാര്യസ്വാമി പറയുമ്പോഴേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ. ഇതാണ് വിചാരം ചെയ്യൽ. ശരിയായിട്ടുള്ള വിചാരം ചെയ്യൽ ഇതാണ്. ഇങ്ങനെയാണ് ഇത് പഠിക്കണ്ടേ. അല്ലാതെ കൊണ്ട് എന്ത് വായിച്ചിട്ടും ഒരു കാര്യമില്ല, ഒന്നും നടക്കില്ല. ഈ ലെവലിലേക്ക് വന്ന് ഇനി ഇതിലും കെട്ടിയാവും. ഇതൊക്കെ ദഹിച്ചു വരണം. പുറത്തുള്ള ഒരു സാധനത്തിനെ കാണുന്നു, ആ ഞാൻ. ചെവി കൊണ്ട് കേൾക്കുമ്പോൾ ഒരു അറിവുണ്ടാകുന്നു, ആ ഞാൻ. മൂക്കുകൊണ്ട് ഗന്ധം കിട്ടുമ്പോൾ ഒരു അറിവുണ്ടാകുന്നു, ആ അറിവ് അറിയുന്ന ഞാൻ. നാക്കുകൊണ്ട് സ്വാദ് കിട്ടുമ്പോൾ അത് തന്നെ പല സ്വാദിനെ അറിയുന്ന ഞാൻ. എരിവറിയുന്ന ഞാൻ, പുളി അറിയുന്ന ഞാൻ, ഉപ്പറിയുന്ന ഞാൻ, മധുരം അറിയുന്ന ഞാൻ, ഇങ്ങനെ ചവർപ്പറിയുന്ന ഞാൻ, കയ്പറിയുന്ന ഞാൻ. ഇതെല്ലാം ഞാൻ വെവ്വേറെ വെവ്വേറെ ഞാനാണോ? എല്ലാ സ്വാദിനെയും അറിയുന്ന ഞാൻ ഒന്ന് തന്നെയാണ്. സ്വാദുകൾ പലതാണ്, കാഴ്ചകൾ പലതാണ്,
കാണുന്ന ഞാൻ ഒന്നാണ്. ശബ്ദങ്ങൾ പലതാണ്, കേൾക്കുന്ന ഞാൻ ഒന്നാണ്. പലതല്ലല്ലോ. നമ്മൾ തീരുമാനിക്കണം, ഉറപ്പിക്കണത്. ഉള്ളിലങ്ങ് പറഞ്ഞ് ഞാൻ പലതല്ല പലതല്ല പലതല്ല. അതിന്റെ തെളിവ് പല അറിവുകൾ എനിക്ക് വരുന്നുണ്ട്. എല്ലാം അറിയുന്ന ഏക ഞാനാണ്. ഞാൻ ഏകമാണ്. ഞാൻ മാത്രമാണ് അറിയുന്നേ. ഞാൻ ഒരാളായിട്ടാണ് അറിയുന്നേ. ഞാൻ പല ആളല്ല. ആദ്യം അവനവനെ ഉറപ്പിച്ചിട്ട് വേണമല്ലോ പുറത്തേക്ക് കിടക്കാൻ. ആദ്യം ഞാൻ ഒരേ ഒരു അറിവ് സ്വരൂപമാണ് എന്ന് ഉറയ്ക്കണം. പുസ്തകം, പേന, ടേബിള് ഓരോന്നിനെയും അറിയുന്നു. എല്ലാം സെപ്പറേറ്റ് ആളാണോ അറിയുന്നത്, അതോ ഒരേ ഉണർവാണോ എല്ലാത്തിനെയും അറിയുന്നത്? വേറെ വേറെ ആണെങ്കിൽ പുസ്തകം അറിയുന്ന ഞാൻ, പേനയെ അറിയുന്ന ഞാൻ തുടർച്ചയായി അറിവുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. തുടർച്ചയായിട്ട് അറിവുണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എങ്ങനെ എത്ര ആയിരം എണ്ണം ഉണ്ടാവണം? അപ്പോ ചൈതന്യസ്യ ഏകരൂപത്വാത്, അതാണ് ഇവിടെ നമ്മുടെ ശ്ലോകത്തിന്റെ തുടക്കം. ചൈതന്യസ്യൈകരൂപത്വാത്, ചൈതന്യസ്യ ഏകരൂപത്വാത്, ചൈതന്യം ഒരു സ്വരൂപമായി ഇരിക്കുന്നതിനാൽ, ചൈതന്യം ഒരേ ഒരു സ്വരൂപമായിരിക്കുന്നതിനാൽ, ചൈതന്യം ഏകം, ജ്ഞാനം പലത്, ബഹുഹു, ജ്ഞാനം പലത്, ബഹുഹു. വൃത്തിജ്ഞാനം, വൃത്തി നമ്മൾ പഠിക്കുന്ന വൃത്തി എന്നുള്ള ചിന്തകൾക്കുള്ള ഇതിൽ ഉപയോഗിക്കുന്ന ഉപനിഷത്തുകളിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് വൃത്തി. വൃത്തിജ്ഞാനം പലത്, ബഹുഹു. ഫൈനലായിട്ട് എന്താ വരുന്നേ? എൻ്റെ ഉള്ളില് ഒരേ ഒരു ജീവൻ മാത്രം, പലതില്ല. അറിവുകൾ പലതുണ്ട്. ഈ പലതിനെയും അറിയുന്നത് ഒരേ ഒരു ഞാനാണ്, ഒരേ ഒരു അറിവ് സ്വരൂപമാണ്, ഒരേ ഒരു ചൈതന്യമാണ്. ചൈതന്യം ഒന്ന് മാത്രം. ഭേദഃ കർഹിച്ചിത് നയുക്തഃ. രണ്ടാമത്തെ വരി, ഭേദോ യുക്തോ ന കർഹിച്ചിത്. ചൈതന്യസ്യൈകരൂപത്വാത് ഭേദോ യുക്തോ ന കർഹിച്ചിത്. രണ്ടാമത്തെ വരി പറഞ്ഞു, ഭേദഃ കർഹിച്ചിത് നയുക്തഃ. അപ്പൊ ഇങ്ങനെ പല അറിവുകളും അറിയുന്ന ഞാൻ ഏകനാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഭേദഃ, വേറെ വേറെ പലത് എന്നത്, കർഹിച്ചിത് നയുക്തഃ, എപ്പോഴും, അല്ലെങ്കിൽ ഒരിക്കലും എന്ന് പറയാം, രണ്ടു തരത്തിൽ പറയാം. എപ്പോഴും യോജിക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലും യോജിക്കില്ല. വേറെ വേറെ എന്നത് ഒരിക്കലും യോജിക്കില്ല. കാരണം ചൈതന്യസ്യ ഏകരൂപത്വാത്, ഈ ശ്ലോകം അണ്ടർലൈൻ എഴുതിയിട്ടോണം. ചൈതന്യസ്യ ഏകരൂപത്വാത് ഭേദഃ കർഹിച്ചിത് നയുക്തഃ. അങ്ങനെ ചിന്തിക്കുന്നത്, പലതാണെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ഡിഫറൻസ് എവിടെയാണുള്ളേ? അറിയപ്പെട്ട വസ്തുക്കളിൽ മാത്രമാണ് ഡിഫറൻസ് ഉണ്ടായത്. എരിവ്, പുളി, ചവർപ്പ് എന്നെല്ലാം പല പല ഡിഷില്, പല വസ്തുക്കളില്, പല ഫലങ്ങളിലാണ്, ആ വേറിട്ട വസ്തുക്കളിലാണ് ഡിഫറൻസ് ഉണ്ടായത്. അറിയുന്ന എന്നിൽ ഞാൻ ഏകനായിരുന്നു, ഒരേ ഒരു ചൈതന്യമാണ് ഇതെല്ലാം അറിഞ്ഞത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യം ഇത് ഉറയ്ക്കണം, ഞാൻ ഏകനാണെന്ന് ഉറയ്ക്കണം. എൻ്റെ ഉള്ളിലുള്ള ആള് ഒന്ന് തന്നെ എന്ന് തീരുമാനമായി. ഇപ്പൊ ഇനി എൻ്റെ ഉള്ളിലുള്ള ഒരാൾ, താങ്കളുടെ ഉള്ളിലുള്ള ഒരാൾ, പലരുടെയും ഉള്ളിലുള്ള പലർ അല്ലേ? ശരി, എൻ്റെ ഉള്ളിലുള്ളത് ഒരാൾ, അങ്ങയുടെ ഉള്ളിലുള്ള ഒരാൾ, പലരുടെ ഉള്ളിലുമുള്ളതും ഒരാൾ, ഓരോരോ ആൾക്കാർ. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ ഇപ്പൊ നമ്മൾ കാണുന്നത്? എന്റെ കാര്യം ഓക്കെ, ഒരാൾ മാത്രം. ജീവത്വം എന്നാൽ ശരിക്കും എന്താണ് എന്നാണ് അടുത്ത ചോദ്യം. നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പൊ ഒരു കാര്യം ഓർക്കുക, പലതിനെ അറിയുന്ന ഞാൻ
ഒരേ ഒരാളാണ്, ഞാൻ ഒരേ ഒരു ചൈതന്യമാണ്, ഞാൻ ഏകമായ ചൈതന്യമാണ്, ഞാൻ ആത്മാ ആണ്. അതുറയ്ക്കുക. ഇനിയും കൂടുതലായിട്ട് നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കുവാനായിട്ട് ആചാര്യസ്വാമി തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള വളരെ ഗഹനമായ കാര്യങ്ങൾ ഉള്ളിൽ നിഷ്ഠയോടെ ഉള്ളിൽ പതിഞ്ഞ് നിഷ്ഠയായിട്ടിരിക്കാൻ അതിനും ഭഗവത് കാരുണ്യം വേണം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഹി ഓം തത്സത് ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. നമസ്കാരം സർ, താങ്ക് യു. സായിരാം സാർ. സാർ പറഞ്ഞ പോലെ ഒന്നും കേട്ട ഒന്നും മനസ്സിലാവില്ല സാർ, ഒന്നും മനസ്സിലാവില്ല. ഇത് ഐ തിങ്ക് നമ്മൾ ഇങ്ങനെ പിന്നെയും കേട്ടോണ്ടിരിക്കണം. അതന്നെ. അടുത്ത ക്ലാസ് വരുമ്പോഴേക്കും ഇത് അറ്റ്ലീസ്റ്റ് ഒരു 4 പ്രാവശ്യം കേട്ട